എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് ജീവനക്കാരും ദശലക്ഷം പെൻഷൻകാരും. നിലവിൽ പുതിയ കമ്മീഷൻ ജനുവരി മുതലാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ വിരമിച്ച ജീവനക്കാർക്ക് എട്ടാം ശമ്പള കമ്മീഷനിലെ ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകുമോ എന്നതാണ് ചർച്ചാ വിഷയം. എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള ഏകദേശം 5 ദശലക്ഷം ജീവനക്കാർക്കും 6 ദശലക്ഷം പെൻഷൻകാരും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് സമീപകാലത്തായി ചർച്ചകളായി ഉയർന്നുവരുന്നത്. ശമ്പളം വർദ്ധിക്കുമെന്നും ഇല്ലെന്നും പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും വാദങ്ങളും ചർച്ചകളും നടക്കുകയാണ്. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. 2025 ധനകാര്യ നിയമപ്രകാരം വിരമിച്ചവർക്കുള്ള DA വർധനവ്, ശമ്പള കമ്മീഷൻ പരിഷ്കരണങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകളുണ്ടായിരുന്നത്. ഇത് തെറ്റായ വാദമാണെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനെ മോശം പെരുമാറ്റത്തിന് പിരിച്ചുവിട്ടാൽ അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് 2021 പെൻഷൻ നിയമങ്ങളിലെ റൂൾ 37 പ്രകാരം ഭേദഗതി ചെയ്തിട്ടുണ്ട്. വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിൻവലിക്കുന്ന ഒരു പുതിയ നിയമം 2025 സർക്കാർ പാസാക്കിയതായും വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം തെറ്റായ വിവരങ്ങളാണെന്നും നിലവിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം അടുത്ത ശമ്പള കമ്മീഷൻ വരുമെന്നും അതിലൂടെ ജീവനക്കാർക്ക് നേട്ടം ലഭിക്കുമെന്നും കൃത്യമായി പറയുന്നുണ്ട്. എട്ടാം ശമ്പള കമ്മീഷൻ ജനുവരി മുതലാണ് ആരംഭിക്കുക. 2026 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ശമ്പളം, ക്ഷാമബത്ത, പെൻഷൻ എന്നിവ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. ഓരോ 10 വർഷത്തിലാണ് ഒരു ശമ്പള കമ്മീഷൻ മാറി വരുന്നത്. 2006 മുതൽ 2015 വരെയായിരുന്നു 6ാം ശമ്പള കമ്മീഷന്റെ കാലാവധി. 2016 മുതൽ ശമ്പളം നൽകുന്നതിന് 7ാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങളായിരുന്നു പരിഗണിച്ചത്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ മാസം 31 അവസാനിക്കും. ഇനി ശമ്പളത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ ലഭിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും വേണം. അതിന് ഇനി മാസങ്ങൾ എടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.